സുഹൃത്തുക്കളെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ അടുക്കളത്തോട്ടം പച്ചക്കറി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം നമ്മളെ വീടിന്റെ നേരെ മുമ്പ് തന്നെ അടുക്കളയിലെ ഭാഗത്ത് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നുള്ള നമ്മളിവിടെ പുതുതായിട്ട് ചെയ്തിട്ടുള്ളത് പുതുതായിട്ടൊന്നുമില്ല, നമ്മൾ ചെയ്യുന്ന പച്ചക്കറികൾ തന്നെയാണ്. വഴുതനങ്ങ, അതുപോലെ തന്നെ തക്കാളി, പിന്നെ പച്ചമുളക്, വെണ്ട, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നല്ലോണം വിളവ്, ഇപ്പൊ ഒരു വിധം വിളവ് എടുക്കാറായിട്ടുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ ഏത് സമയത്തും നമ്മൾ ഇതിന്റെയൊക്കെ അടിയിൽ ഒരു പ്രാണി ഉണ്ടാവും. നമ്മൾ തെങ്ങോലയിലൊക്കെ ഇരിക്കുന്ന ഒരു പ്രാണി, ഒരു വെള്ള, പിന്നെ നമ്മള് ചാരം മാതിരി ഒരു സാധനം ഇങ്ങനെ പറന്നു പോകും. അപ്പൊ അത് ഇന്നലെ മരുന്നടിച്ചതിന് ശേഷം അത് പോയതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രാണികൾ വരുന്നതിന് നമ്മളിപ്പോ പലവർക്കും പല മരുന്നും പല ആളുകളും പ്രയോഗിക്കുന്നുണ്ടെങ്കിലും ശരി, ഇതിന് വ്യക്തമായിട്ടുള്ളൊരു മരുന്ന് ഏതാണെന്ന് ഇതുവരെ ആർക്കും പറയാനും പറ്റിയിട്ടില്ല. ഇത് ചെയ്താൽ തന്നെ ഈ പ്രാണിയുടെ മുകളിൽ നമ്മൾ എന്ത് മരുന്നടിച്ചാലും ആ പ്രാണിയുടെ മേലെ അത് തട്ടൂല. അതുകൊണ്ട് തന്നെ നമുക്കത് ആ പ്രാണിയെ നശിപ്പിക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ കുറെ മരുന്നുകൾ പരീക്ഷിച്ച് നോക്കിയുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ ആക്ട് എന്ന് പറയുന്ന ഒരു മരുന്ന് കിട്ടും. ഒരു പാക്കറ്റാണ്, ഒരു 30-35 രൂപയാണ് അതിന് വില. അത് അടിച്ചു നോക്കുമ്പോൾ ഏകദേശം ഒരു 2 ദിവസം 4 ദിവസം അത് മാറി നിൽക്കുന്നുണ്ട്. വേറെ ഒരു മരുന്നിനും ആ ജീവി മാറി നിൽക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മള് മുളക് ചുരുണ്ട് വരുന്നതിന് ഇപ്പൊ ഇതിന്റെയൊക്കെ ഈ തലയൊക്കെ ചുരുണ്ട് പറ്റ ഇതായതായിരുന്നു, ആകെ കേട് വന്നായിരുന്നു. അപ്പൊ അതിന്റെ ശേഷം നമ്മള് പിന്നെ ഇത് പോകാൻ ഏതാണ് മരുന്ന് എന്നുള്ളത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ നോക്കുമ്പോഴും ഒരിക്കലും ശരിയാവണമെന്നില്ല. അങ്ങനെയാണ് പിന്നെ നമ്മൾ കൃഷി ഓഫീസിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവരിങ്ങനെ ഏകദേശം ഓരോ സാധനത്തിനും ചുള്ളിച്ചക്കിന്റെ മരുന്ന് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു കണ്ടന്റ് എടുത്തുകൊണ്ട് കൊടുത്തിട്ട് നമ്മൾ ജമ്പ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അതും ഒരു പാക്കറ്റാണ്. ആ പാക്കറ്റ് അടിച്ചു നോക്കുമ്പോഴാണ് ഇപ്പൊ എന്താ നല്ല ചുരുണ്ട് നിന്നീന്നാണ് ഇലകളാണ് ഇപ്പൊ കുറച്ചും കൂടി നീർന്ന് വരുന്നത്. അപ്പൊ അതൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അടിക്കേണ്ട രൂപത്തിലാണ് ഇപ്പൊ ഇതിന്റെ കേടായിട്ട് ഇത് വരുന്നത്. അപ്പൊ ഇത് ഇടക്കിടക്ക് അടിച്ചു കൊടുത്താൽ നല്ല രൂപത്തിൽ മുളകും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. പിന്നെ അപ്പൊ നിങ്ങളും പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടുക്കളത്തോട്ടൊക്കെ ഉണ്ടാക്കി ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ തന്നെ ഒരു ചെറുതായ രൂപത്തിലേക്ക് കിട്ടും. നല്ല പച്ചക്കറി കിട്ടും. നമ്മള് പിന്നെ അതുപോലെ രാസവളങ്ങളും പോലെ മാരകമായ വിഷങ്ങളൊക്കെ ഇല്ലാത്ത പച്ചക്കറി നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.